ശരിക്കും പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ കൈകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കുറേയധികം പേരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കുറച്ച് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ പേർക്ക് ജീവിതം നീട്ടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളം നിമിഷങ്ങൾ, മുഹൂർത്തങ്ങൾ ഓർത്തെടുക്കാനാണെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും ഓർക്കാം. ആ ദിവസം എന്തെങ്കിലും സംഭവിച്ചിരിക്കും. എന്നാലും മനസ്സിൽ തട്ടുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ വിവരിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളായിട്ട് തന്നെ വേണേൽ പറയാം. നമ്മൾ ഒരിക്കലും അത് മറക്കാൻ സാധിക്കാത്ത നിമിഷങ്ങൾ, അത് രണ്ട് തരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നഷ്ടപ്പെട്ട ഓർമ്മകൾ, മറ്റൊന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചവരുടെ ഓർമ്മ. ഞാൻ നഷ്ടപ്പെട്ട ഒരു ഓർമ്മ, നഷ്ടപ്പെട്ടവരെല്ലാം ഒരു ഓർമ്മ ഞാൻ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. തേട്ടി വരുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ റൗണ്ട്സൊക്കെ സാധാരണ എടുക്കുന്ന റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒ പി കയറിയപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു രക്താർബുദ രോഗി കുട്ടി ഉണ്ടായിരുന്നു. അവനും വാർഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഒ പി ചെന്നിരുന്നു. ഒ പി പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടർ, അവൻ പറയുന്നു അത്യാവശ്യമായിട്ട് ഡോക്ടറിനെ കാണണം. അവന് ഒരു 5-6 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. അത്യാവശ്യമായിട്ട് ഡോക്ടറൊന്ന് കാണണം. പിന്നെ പറഞ്ഞു, ഞാൻ ഒ പിയുടെ നടുക്കാണ്. അല്ല ഡോക്ടർ, അവനെ ഡോക്ടറെ കാണണം, ഇപ്പം തന്നെ കാണണം. സാധാരണ ഒ പി കഴിഞ്ഞ് തിരികെ പോകാനുള്ള മനസ്സുണ്ടാവാറുള്ളൂ. കാരണം നമ്മൾ റൗണ്ട്സ് കഴിഞ്ഞ് തിരികെ വന്നതേ ഉള്ളൂ. ഞാൻ പോകണമെന്ന് സംശയിച്ചു നിന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, എന്തായാലും പോയി കാണാം. അപ്പം ഞാൻ പോയി കണ്ട് ഇപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി വിളിച്ചാണ്, കാണാൻ വേണ്ടി വരാൻ പറഞ്ഞത്. ഞാൻ ചെന്ന് കണ്ട് സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല. അൻപോൾ, എനിക്ക് അങ്കിളിനെ കാണണം, അതുകൊണ്ട് വിളിച്ചാന്ന് പറഞ്ഞു. ഞാൻ മുറി വിട്ടിറങ്ങി ലിഫ്റ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ ഓടി വന്ന് പറഞ്ഞു, ഇത് അവന് ഫിറ്റ്സ് പോലെ ഉണ്ടാകുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ത്രോയിങ് ഫിറ്റ്സ്. ഒരു 3-4 മിനിറ്റുകൾക്കകം ഹി ലെഫ്റ്റ് ദി വേൾഡ്. ഒരു ബ്ലീഡായിരുന്നു, ലുക്കീമിയാണല്ലോ, അറിയാമല്ലോ. ഒരു ബ്രെയിൻ ബ്ലീഡായിരുന്നു. ബട്ട് വി ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ എന്നെ കാണണമെന്ന് നിർബന്ധമായും അവൻ പറയും. ഞാൻ അവിടെ ചെല്ലുകയും അതിന് എന്തെങ്കിലും ചോദ്യമുണ്ടോ അല്ലെങ്കിൽ ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങളൊന്നുമില്ല. പക്ഷെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ആ മുഖം, അത് ദുഃഖമാണ്, ഓർമ്മയാണ്. മറുവശം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. RCCയിൽ വെച്ച രാത്രി റൗണ്ട്സ് എടുക്കുകയാണ്. അന്ന് എൻ്റെ പ്രൊഫഷൻ തുടങ്ങുന്നേ ഉള്ളൂ. 10-12 രോഗികൾ മാത്രമുള്ള RCCയിൽ മെഡിക്കൽ കോളേജ് വാർഡ്. ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഇരുണ്ട വെളിച്ചം മാത്രം. സിസ്റ്റർ എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ രോഗികളും പോലെ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആരെയും ഉണർത്തണ്ട, ഒരു കാഷ്വൽ റൗണ്ട്സ് അത്ര ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ അടുത്ത് കൂടെ പോയി. അടുത്ത ബെഞ്ചിൽ പോയപ്പം എന്തുകൊണ്ടാണ് ഞാൻ തിരികെ വീണ്ടും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ അവളെ ഉണർത്താൻ നോക്കി. എന്തിനാണെന്ന് ചോദിക്കുക ഉത്തരവൊന്നുമില്ല. പണ്ട് അവളെ ഉണർന്നില്ല. ഷി വാസ് ഇൻ കോമ. അത് എഗെയിൻ ബ്ലഡ് ക്യാൻസറാണ്. ഷി വാസ് ഓൺ സ്റ്റിറോയിഡ്സ് കഴിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നോക്കിയപ്പോഴേ വെരി ഹൈ ബ്ലഡ് ഷുഗർ ആൻഡ് കീറ്റോസിഡോസിസ് ആൻഡ് കോമ. ഞാൻ ഒരുപക്ഷെ നടന്നു പോയിരുന്നെങ്കിൽ അടുത്ത ദിവസം മിക്കവാറും ഐ വുഡ് നോട്ട് ഹാവ് സീൻ ഹർ. പക്ഷെ ഞാൻ അവിടെ വരെ പോയി എന്തിന് തിരികെ വന്നു അവിടെ എന്ന് ചോദിച്ചാൽ അതിനെനിക്കൊന്നും ഉത്തരവില്ല. ബട്ട് അതിന് നല്ലൊരു വശം, ഓർക്കാനുള്ളൊരു വശം എന്ന് വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞു. അവളെ വിവാഹം കഴിഞ്ഞു. തൃശ്ശൂരുകാരിയാണ്. ഇപ്പോഴും എന്നെ കാണാൻ വരുമ്പോഴേ ഞാൻ ചോദിക്കും, നീ ഓർക്കുന്നുണ്ടോ ആ ദിവസം? അപ്പോൾ അവളെ ഓർക്കില്ല, കാരണം അവളെ ഷി വാസ് ഇൻ കോമ. പക്ഷേ ഐ റിമെമ്പർ ഡേ. കാരണം ഷീ കെയിം ബാക്ക് ടു ലൈഫ്. എങ്ങനെ, എന്തുകൊണ്ട്, വീണ്ടും ഉത്തരങ്ങളില്ല.